വീഡിയോ കാണുന്നവർക്കറിയാം, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ടിയാഗോ കാറ് വാങ്ങിയിരുന്നു. സോ എൻ്റെ നാട്ടിലെ എൻ്റെ ഏരിയയിലെ റോഡ് മോശമായതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. ഇതാണ് ആ പണി. കാറിൻ്റെ ബാക്ക് സൈഡിലെ ബമ്പറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഉരഞ്ഞിട്ടുണ്ട്. സോ ഇൻഷുറൻസ് ഉണ്ട്, ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ ഇപ്പോൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ചെറിയൊരു വർക്കിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താല്പര്യമില്ല. സോ അതുകൊണ്ട് ഓൺലൈൻ വഴി ഒരു പ്രോഡക്റ്റ് കാണുകയിടയുണ്ടായി. ഏതൊരു സ്ക്രാച്ചും റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്. 3mm സ്ക്രാച്ച് റിമൂവർ എന്നാണ് ഇതിന് പറയുന്നത്. റബ്ബിംഗ് പേസ്റ്റ് എന്ന് പറയും. സോ ഇത് വെച്ചൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പോകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 300 രൂപ മാത്രമാണ്. ഓൺലൈൻ വഴി വാങ്ങിയതാണ്. വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. സ്ക്രാച്ച് ആവാത്തടത്ത് ഇത് ഇടുകയാണെങ്കിൽ ആ ഒരു സൈഡിലെ പെയിൻറ്റ് ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് സ്ക്രാച്ച് ആയിടത്ത് മാത്രം ഉപയോഗിക്കുന്നൊരു തേക്കാൻ ശ്രമിക്കുക. ഈ ഭാഗത്താണ് സ്ക്രാച്ച് ആയിരിക്കുന്നത്. നിങ്ങൾ കാണും മനസ്സിലാവും. ഇതെന്തോ അടിഭാഗത്ത് തട്ടിയ ഒരു പാടാണ്. റോഡിലെന്തോ തട്ടിയ പാടാണ്. അപ്പോൾ ഇത് പോകും എന്ന് ഞാൻ 100% പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് കരുതുന്നത്. കാരണം പുതിയ വണ്ടിയാണ്. പിന്നെ ഇൻഷുറൻസ് ഈ ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് ക്ലെയിം 100% ചെയ്യുന്നില്ല. കാര്യം അറിയാമല്ലോ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രാച്ച് ആയെടുത്ത് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് അവിടെ എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലപോലെ കഴുകി തുടച്ചാലും മതി. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് ഒന്ന് തുടച്ച് മാറ്റിയാലും മതി. അതിന് ശേഷം വേണം ഈ ഒരു പേസ്റ്റ് ആ സ്ക്രാച്ച് ആയെടുത്ത് മാത്രം തേക്കാൻ ശ്രമിക്കുക. കൈ കൊണ്ട് തേച്ചാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും തുണി കൊണ്ട് ഇതുപോലെ തേച്ചാലും മതി. അതിന് ശേഷം കുറച്ച് ഹാർഡായിട്ട് ഒന്ന് റബ്ബ് ചെയ്യുക. സ്ക്രാച്ച് ആയെടുത്ത് മാത്രം ഒന്ന് ഹാർഡായിട്ട് റബ്ബ് ചെയ്യുക. ആ റബ്ബ് ചെയ്യുമ്പം 100% പോകുമെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ സിമ്പിളായി ഇത് കളയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷമുള്ള ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾ ആദ്യമേ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട് എത്രമാത്രം ഒരു സ്ക്രാച്ച് ഉണ്ടെന്ന്. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുകയല്ല. ഈ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കാൻ ശ്രമിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തിനും ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ. വീണ്ടും പറയുകയാണ്, സ്ക്രാച്ച് ആവാത്തടുത്ത് ഇത് തേക്കാതിരിക്കുക. തേച്ച് കഴിഞ്ഞാൽ ഫേഡാവും. ഒന്നല്ലെങ്കിൽ 2 തവണ ഇതുപോലെ തേച്ചാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചൊക്കെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം കാണാൻ മനസ്സിലാവും. ആദ്യത്തെ ആ സ്ക്രാച്ചിലെ ആ ഒരു ഭാഗവും അത് പോളിഷ് ചെയ്തതിന് ശേഷമുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവിടെ സ്ക്രാച്ച് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേസ്റ്റ് ഇട്ടത് കൊണ്ട് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരിക്കുക. ഇതുപോലുള്ള റബ്ബിംഗ് പേസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% പോകുമെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം ഒറ്റ നോട്ടത്തിൽ അവിടെ സ്ക്രാച്ച് ഉണ്ടോ എന്ന് പറയത്തില്ല. അതിന് എന്തായാലും ഒരു പരിഹാരം കിട്ടും ഈ ഒരു റബ്ബിംഗ് പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.